ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് ആദിലയെ പുറത്താക്കിയിരിക്കുന്നു. ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും ഈ പറയുന്ന മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്താക്കാനായിട്ട് ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും വന്ന് ഈ പറയുന്ന ഏത് കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസ് ഹൗസിൽ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് പോകേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇയാൾ പുറത്തേക്ക് പോകാനുള്ള കാരണവും കൃത്യമായിട്ട് കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം വോട്ട് ആദിലക്കാണ് കിട്ടിയത്. അപ്പോൾ ആദിലയോട് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. ഒരുപാട് സങ്കടത്തോടു കൂടി ആദിലയും നൂറയും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് യാത്ര പറഞ്ഞിട്ട് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊരു മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് റിയൽ ആയിട്ട് ആദിലയെ പുറത്താക്കിയതാണോ, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ടാസ്കിന്റെയോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂമിന്റെ ഭാഗമായിട്ട് ആദിലയെ കുറച്ച് സമയത്തേക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്തതാണോ എന്ന് വ്യക്തമായിട്ട് ഇപ്പം നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇതൊരു 7ന്റെ പണിയുള്ള സീസൺ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് സംഭവം എന്ന്. എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിടുമെന്ന്. സാധാരണ രീതിയിൽ ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷൻസ് സാധാരണ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യാറ്. ഇതിപ്പോൾ ഒരു കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടസ്റ്റന്റിനെ മിഡ് വീക്ക് എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇതിപ്പോൾ പ്രൊമോ വീഡിയോ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ബിഗ് ബോസ് ആദിലയോട് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വീഡിയോ വരില്ല. ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധ്യതയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു സീക്രട്ട് ടാസ്ക് ആകും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്